എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മോത മീൻ വെച്ചിട്ട് നല്ലൊരു മീനിൻ്റെ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നമുക്കിതൊരിക്കലും കേടാകത്തുമില്ല. ഒരു മാസമെങ്കിലും നമുക്കിത് പുറത്ത് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോയോളം വരുന്ന മോത മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് മീനും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മോത മീനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തലയും മുള്ളും എല്ലാം മാറ്റിയിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നത് എരിവില്ലാത്ത നോക്കി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഇനി കുറച്ച് മസാലകൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചു മാറ്റി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ മെയിനാണ് ഈ അച്ചാറിൻ്റെ ഈ മസാല. ഇനി 100 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. തീരെ അങ്ങ് അരഞ്ഞു പോകണ്ട. അതുപോലെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ 50 ഗ്രാം വെളുത്തുള്ളി ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറക്കാനുള്ളതാണ്. അപ്പോൾ ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മീനൊക്കെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഫോർച്യൂണിൻ്റെ റൈസ് ബ്രാൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഓയിലിട്ടാണ് നമ്മൾ ആദ്യം മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മീനിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല രീതിക്ക് വെന്ത് കിട്ടുന്നതിനായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ചെറു തീയിലിട്ട് നമുക്ക് മീൻ നല്ലതുപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കാണ് ഞാനിവിടെ മീൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് കോരി മാറ്റാം. അതുപോലെ ബാക്കി എണ്ണയിലും ബാക്കിയുള്ള മീനൊക്കെ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ മീൻ ഇങ്ങനെ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മീനും വറുത്തെടുത്ത് ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കടായിലേക്ക് 250 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതായ ആ വെളുത്തുള്ളിയില്ലേ മുഴുവനെയുള്ള അതാദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം. അത് ഇടുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിരുന്നു. അത് കാരണം വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മൂത്ത് ഈ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, എരിവില്ലാത്ത. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്നതായ ഉലുവയും കടുകും കൂടെ ഉള്ള അതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം എരിവൊക്കെ കിട്ടുന്നതിനായിട്ട് 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറു തീയിലിട്ട് നമുക്ക് ഈ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നതിനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് 1 മിനിറ്റോളം സമയം ഈ എണ്ണയിലിട്ട് ഈ മസാലയെല്ലാം നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകാതെ നല്ലൊരു രീതിക്ക് നമ്മൾ അടിയിൽ നിന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് 1 മിനിറ്റോളം സമയം ഒന്ന് മീനിൻ്റെ കഷ്ണങ്ങളും അരപ്പും എല്ലാം ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5-6 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം സമയം ചെറുതീയിലിട്ട് നമുക്കിതൊന്ന് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മീനിൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്ന് നോക്കാം. ഇതാ ഇപ്പം നമ്മുടെ ഈ മീനച്ചാർ ഈ ഒരു രീതിക്കായിട്ടുണ്ട്. അധികം എണ്ണയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല രീതിക്ക് ഈ അച്ചാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്കോ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റിലുള്ള കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മീനിൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ഗോഡ് ബ്ലെസ് യു ആൾ.